ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഇന്നത്തെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പിനെ കുറിച്ചിട്ടാണ്. അതായത് ഇത് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റയിൽ ആയിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ കമൻ്റ് ആയിക്കഴിഞ്ഞാലും ഇൻസ്റ്റയിൽ തന്നെ ഒരുപാട് വരുന്ന മെസ്സേജാണ് സ്പോൺസർഷിപ്പ് എടുക്കാതെ പഠിച്ചു കഴിഞ്ഞാൽ വല്ല പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് എടുത്തിട്ട് മാത്രമേ കോഴ്സസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതൊക്കെ. അപ്പം ഓരോരാൾക്കും റിപ്ലൈ നമ്മൾ ചെയ്യുന്നുണ്ട് എന്താണ് സ്പോൺസർഷിപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളത്. ഓൾറെഡി ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടും അതിൽ നിന്ന് എന്താ പറയുക, സ്പോൺസർഷിപ്പ് ചില കുട്ടികൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ട്രൈ ചെയ്തു, കിട്ടിയിട്ടില്ല, അപ്പോൾ വീണ്ടും സ്പോൺസർഷിപ്പ് പഠിക്കണോ അല്ലെങ്കിൽ പ്ലേസ്മെൻ്റ് ഉള്ള കോളേജ് നോക്കി പഠിച്ചാൽ മതി എന്നൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയിനായിട്ട് ഈ ഒരു വീഡിയോ എന്തായാലും ചെയ്യാമെന്ന് കരുതിയത്. കുറച്ച് കുട്ടികൾക്ക് ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ നിങ്ങൾ മർച്ചൻ്റ് നേവിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാനും അല്ലെങ്കിൽ മർച്ചൻ്റ് നേവിയിലേക്ക് ജോലിക്ക് കയറാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ കൂടുതൽ കാര്യങ്ങൾ മർച്ചൻ്റ് നേവിനെ കുറിച്ചിട്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് കാണാവുന്നതാണ്. നമ്മുടെ ഈ ചാനലിൽ മർച്ചൻ്റ് നേവിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. പിന്നെ ഈ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളും കൂടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം അധികം ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സ്പോൺസർഷിപ്പിന്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്യാം, നിങ്ങളൊന്ന് ആ വീഡിയോ കണ്ടു നോക്കിക്കോളൂ. ഇനി സ്പോൺസർഷിപ്പ് ഇല്ലാതെയാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പഠിക്കുന്ന കാലഘട്ടം ഫുൾ ഡൗട്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല പേടി ഉണ്ടാവും നിങ്ങൾക്ക് ജോലി ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത്. കാരണം ഈ ഒരു കോഴ്സ് മർച്ചൻ്റ് നേവിയുടെ കോഴ്സ് എന്ന് പറയുമ്പോൾ അത് പഠിക്കാൻ തന്നെ ലക്ഷങ്ങൾ രൂപ ഫീസ് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഫീസ് മുടക്കിയിട്ട് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി ലഭിക്കുമോ അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് ജോലിക്ക് വേണ്ടി നടക്കേണ്ട വരുമോ എന്നുള്ള ടെൻഷനൊക്കെ എന്തായാലും പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഉണ്ടാകും. അതായത് ജോലിക്ക് എന്തായാലും കയറണം എന്നൊക്കെ ചിന്തിച്ചിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിന് എന്തായാലും ആ ഒരു ഡൗട്ട് ഉണ്ടാകും. ആ ഒരു ഡൗട്ടിലായിരിക്കും മൊത്തം ഒരു പഠിക്കുന്ന സമയം മൊത്തം ആ ഒരു ചിന്താഗതി മനസ്സിൽ എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകും. പക്ഷെ സ്പോൺസർഷിപ്പ് എടുത്ത് പഠിക്കുവാണെങ്കിൽ ആ ഒരു ഡൗട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ജോലി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടായിരിക്കും നിങ്ങൾ കോഴ്സിലേക്ക് പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ കാര്യമേ അവിടെ വരുന്നില്ല. ഇനി കുറച്ച് കുട്ടികൾ സ്പോൺസർഷിപ്പ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ട്രൈ ചെയ്തു, എക്സാം ലഭിച്ചിട്ടില്ല എന്ന് കരുതിയിട്ട് ചാടി കയറിയിട്ട് എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും ഒരു കോളേജിൽ എന്തായാലും നമുക്ക് മർച്ചൻ്റ് നേവിയിൽ ജോലി ചെയ്യണം, അതിൻ്റെ ഒരു കോഴ്സ് പഠിക്കണം എന്ന് കരുതിയിട്ട് സ്പോൺസർഷിപ്പ് കിട്ടാതിരിക്കുന്ന ഒരു ഫൈനൽ സ്റ്റേജിലൊക്കെ നേരെ ഏതെങ്കിലും ഒരു കോളേജിലേക്ക് വലിയ ഫീസൊക്കെ കൊടുത്തിട്ട് അങ്ങ് കയറും. പക്ഷെ ആ കോളേജിനെ കുറിച്ച് അന്വേഷിക്കൂല. അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ആ ഒരു കോളേജിലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ് നിരാശപ്പെടേണ്ടി വരുന്നത്. സോ സ്പോൺസർഷിപ്പ് ഫസ്റ്റ് ടൈം കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ഈ ഒരു കാര്യം ചെയ്യരുത്. നെക്സ്റ്റ് ടൈമിലേക്ക് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പം നീറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ എൻട്രൻസ് ഒക്കെ എഴുതി നല്ല ഹയസ്റ്റ് റാങ്ക് ഒക്കെ കിട്ടുന്നവർക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആയിരിക്കണം എന്നില്ല അവർ കിട്ടുന്നത്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും ഈ ഒരു സ്പോൺസർഷിപ്പ് എക്സാമിന് വേണ്ടിയിട്ട് പിന്നെയും റിപ്പീറ്റ് ചെയ്യാം. അപ്പം ആദ്യം പഠിച്ചതും കൂടി നിങ്ങളുടെ മനസ്സിലുണ്ടാകും. വീണ്ടും നിങ്ങൾ അതൊന്ന് പഠിക്കുന്ന സമയത്ത് മുന്നത്തേനേക്കാളും നിങ്ങൾ ബെറ്റർ ആവും. സോ ആ ഒരു എക്സാം നിങ്ങൾക്ക് കൂളായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പം ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്തിട്ട് അതിൽ ഫെയിലായി അല്ലെങ്കിൽ കിട്ടിയില്ല എന്ന് കരുതിയിട്ട് നിരാശപ്പെട്ടിട്ട് ഇരിക്കാതെ അടുത്ത അറ്റംപ്റ്റ് നോക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലായിക്കോളൂ സ്പോൺസർഷിപ്പ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത്. ഇപ്പൊ സ്പോൺസർഷിപ്പ് കിട്ടിയില്ല നിങ്ങൾക്ക്, അതായത് ക്യാഷ് ഒന്നും എത്ര വലിയ ക്യാഷ് ആയി കഴിഞ്ഞാലും മുടക്കുന്നതിന് കുഴപ്പമില്ല. ക്യാഷ് ഒന്നും അത്ര വലുതായിട്ട് കാണാത്തവരാണ്, എത്രയും ക്യാഷ് ഉണ്ട് മുടക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊളാനി പോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ ജോയിൻ ചെയ്യാം. അവിടെയൊക്കെ നല്ല ഫീസാണ് ഈ ഒരു കോഴ്സസ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പ്ലേസ്മെന്റ് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഏതൊരു കോഴ്സും നിങ്ങൾ പഠിക്കുമ്പം ജോലി ലഭിക്കാൻ വേണ്ടിയിട്ടല്ലേ പഠിക്കുന്നത്. ഇപ്പം സ്പോൺസർഷിപ്പും അതാണല്ലോ, ജോലി ലഭിച്ചുകൊണ്ട് നിങ്ങൾക്ക് കോഴ്സ് ചെയ്യാൻ പറ്റും. സ്പോൺസർഷിപ്പ് കിട്ടാതെ ആകുമ്പോഴും നിങ്ങൾക്ക് പഠിക്കണം. അപ്പം അടുത്ത അറ്റംപ്റ്റ് ഒന്നും ട്രൈ ചെയ്യാൻ റെഡി അല്ല, പെട്ടെന്ന് കോഴ്സ് ചെയ്താൽ മതി എന്നുള്ളവരാണ്, നല്ല ഫീസ് കയ്യിൽ കൊടുക്കാനുള്ളവരാണെങ്കിൽ തൊളാനി പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അവിടെ പ്ലേസ്മെന്റ് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ പറയാനുള്ളത്, ഈ ഒരു മർച്ചൻ്റ് നേവിയിൽ ജോലിക്ക് കയറുക എന്ന് പറയുന്നത് നല്ല കഷ്ടപ്പാടുള്ള കാര്യം തന്നെയാണ്. കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ ഈ കാണുന്ന മർച്ചൻ്റ് നേവിയിലെ ജോലി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കൂ. സോ പഠിക്കുന്ന സമയത്ത് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ആ സ്പോൺസർഷിപ്പൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് സ്പോൺസർഷിപ്പോട് കൂടി നിങ്ങൾ കോഴ്സ് ചെയ്യുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ പഠിച്ച് കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടേണ്ടി വരും. അപ്പം അതിലും ബെറ്റർ അല്ലേ നിങ്ങൾ പഠിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഏജൻസിക്ക് പൈസ കൊടുക്കേണ്ടി വരും. ചിലപ്പം സ്പാം ആയിട്ടുള്ള ഏജൻസി ഉണ്ടാവും, നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ റെസ്യൂം എടുത്തിട്ട് ഓരോ കമ്പനീസ് കയറി ഇറങ്ങി നടക്കേണ്ടി വരും.
സോ എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള കാര്യം സ്പോൺസർഷിപ്പ് എടുത്തിട്ട് പഠിക്കുന്നത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയതേ അല്ല. ഈ പറഞ്ഞതുപോലെ സ്പോൺസർഷിപ്പിന്റെ ഗുണങ്ങളും അതുപോലെ എന്താണ് സ്പോൺസർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ട് പോലും ലൈവിലായിക്കോട്ടെ ഇൻസ്റ്റയിലായിക്കോട്ടെ സ്പോൺസർഷിപ്പിനെ കുറിച്ചിട്ട് ഒരുപാട് ഡൗട്ട് വരുന്നുണ്ട്. മെയിനായിട്ട് ഇത് തന്നെയാണ്, സ്പോൺസർഷിപ്പ് അത്രയും വലിയൊരു കാര്യമാണോ, സ്പോൺസർഷിപ്പ് എടുത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ ജോലി ലഭിക്കില്ലേ, സ്പോൺസർഷിപ്പ് എടുത്ത് പഠിച്ചാൽ മാത്രമേ ജോലിക്ക് സാധ്യതയുള്ളൂ എന്നൊക്കെ ചോദിച്ചതുകൊണ്ട് ഒരുപാട് ആൾക്കാരുടെ കുട്ടികളുടെ മനസ്സിലുള്ള ഡൗട്ടാണെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇത് എന്തായാലും ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തേക്കാം, ഇത് കാണുന്ന എല്ലാവരിലേക്കും ഇത് എത്തിക്കോട്ടെ എന്ന് കരുതിയത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത്ര കാര്യങ്ങളെ പറയാനുള്ളൂ ഇതിനെ കുറിച്ചിട്ട്. അതായത് സ്പോൺസർഷിപ്പ് എടുത്ത് പഠിക്കുന്നതാണ് എന്തുകൊണ്ടും നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ളൊരു കാര്യം. സോ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി അന്വേഷിച്ച് ബുദ്ധിമുട്ടേണ്ട വരില്ല. അപ്പോൾ അതെന്താണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ സ്പോൺസർഷിപ്പിന് വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ കാണാൻ സാധിക്കും. സോ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ പറയാനുള്ളൂ. ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോസ് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആൾക്കാരിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. ഇത് മാത്രമല്ല, ഞാൻ എൻ്റെ ചാനലിൽ മെർച്ചന്റ് നേവിയെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മെർച്ചന്റ് നേവി എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എൻ്റെ പ്ലേലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ മെർച്ചന്റ് നേവിനെ കുറിച്ചുള്ള കുറേ വീഡിയോസ് ഉണ്ട്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ, ഒന്ന് പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റ ID ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ID കൊടുക്കാം, അതിലൊന്ന് മെസ്സേജ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.